ഞങ്ങൾക്ക് ആദ്യം ഈ എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അൽമുഫ്താർ റെൻ്റേ കാർ വന്നതെന്നുള്ള ഒരു ഇനീഷ്യൽ ഇതാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ റിസർച്ച് ചെയ്തപ്പം നമുക്ക് മനസ്സിലായത് 1965 ഫാദർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി ഒരു 70s ഒക്കെ പിന്നെ 1970s ഒക്കെ ആയിരുന്നു. പുള്ളിയും ഒരു പാർട്ട്ണറും കൂടെ ഖത്തറി പാർട്ട്ണറും കൂടെ അൽമുഫ്താർ റെൻ്റേ കാർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞങ്ങൾ റിസർച്ചിലൂടെ അറിഞ്ഞത്. ശരിക്കും അങ്ങനെയാണോ എന്താണ്? അപ്പോൾ അതിനകത്ത് രണ്ട് ഫാദറുണ്ട്, അങ്കിളുണ്ട്. അപ്പോൾ അങ്കിളാണ് ഫസ്റ്റ് വന്നത് ഖത്തറിൽ 61. പിന്നെ ഫാദർ 66 ഫാദർ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഓട്ടോമൊബൈൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇവർ ജെയ്ദക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ജെയ്ദക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കാലത്ത് അന്ന് ഖത്തറിൽ ഓട്ടോമൊബൈൽ ഡീലർഷിപ്സ് വളരെ ചുരുക്കമല്ലോ. മേ ബി കപ്പിൾ മേ ബി ജസ്റ്റ് മേ ബി 3. അന്ന് മെയിനായിട്ടുള്ളത് അമേരിക്കൻ വണ്ടികളാണ്. ജാപ്പനീസ് വണ്ടികളൊന്നും പെർമനൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ അമേരിക്കൻ വണ്ടി ഡീൽ ചെയ്തെന്ന് ഒന്ന് ചെയ്ത ബ്രാൻഡ് ഓർമ്മയില്ല, ബ്രാൻഡ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻ്റർവ്യൂ സമയത്ത് വേണം പറഞ്ഞുതരാം. പിന്നെ ഒന്ന് ചെയ്ത ഒന്ന് മന്നായി. അവരായിരുന്നു മെയിൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡീലർഷിപ്പ്. അപ്പോൾ ഒരു ഖത്തറികളൊക്കെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യലും ഇവരായിട്ട് ഒരു നെറ്റ്വർക്കിങ്ങും ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അതേസമയത്ത് ഫാദർ ഈ ഇപ്പോൾ അന്നത്തെ ജെയ്ദ ചെയർമാൻ ഉണ്ട്. ഇപ്പോൾ അടുത്താണ് ഇപ്പോൾ ആണ് മരണപ്പെട്ടത്, ഒരു 3-4 months ബാക്ക്. ജാസിം ജെയ്ദ ഫാദർ ആൾ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അങ്കിള് ഓട്ടോമൊബൈൽ ഡിവിഷനിൽ സ്പെയർസ് പാർട്ടിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇവർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഇവരവിടെ ഈ ഓട്ടോമൊബൈൽ ബേസ്ഡ് കമ്പനിയെ കാരണം ഇവരൊരു ഇറ്റാലിയൻ കോൺട്രാക്ടർ വന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് വണ്ടി ഉണ്ടോ വാടകയ്ക്കുന്നു. പ്ലസ് ഇവർ വിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ ഒബ്വിയസ്ലി വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അന്ന് ഇവരെ മനസ്സിൽ കുറിച്ചൊരു ആശയമാണ്, ഒരു ഐഡിയ ആയിരുന്നു. ഓക്കെ, വൈ നോട്ട് സ്റ്റാർട്ട് സംതിങ്. അപ്പോൾ അന്ന് ഇവർ ജോലി വിട്ടൊന്നുമില്ല, ജോലി നിന്നുകൊണ്ട് തന്നെ സ്വന്തം വണ്ടി വാടകയ്ക്ക് കൊടുക്കുകയും പിന്നെ കുറച്ച് വണ്ടി പുറത്ത് നിർത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ട് ഒന്ന് അവർക്ക് സപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു അൺഓർഗനൈസ്ഡ് കുറച്ച് കാലം നടന്നു. പിന്നെ 71 ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ആൻഡ് ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഖത്തറി പാർട്ട്ണർ പറഞ്ഞ അബ്ദുറഹ്മാൻ അൽമുഫ്താർ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമാണ്. പിന്നെ മൾട്ടിപ്പിൾ ഇപ്പോൾ ഇവിടെ ബിസിനസ്സുകളുള്ള ഗ്രൂപ്പാണ് അൽമുഫ്താർ ഗ്രൂപ്പ്. ഇപ്പോൾ ജ്വല്ലറി, സ്കൂൾസാണ്, ഇംഗ്ലീഷ് മോഡൽ സ്കൂൾ, വിഷൻ സ്കൂള്, ട്രേഡിംഗ്, കോൺട്രാക്ടിങ്, കാർപ്പൻട്രി, ഒരു വലിയ വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ ആളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് റെൻ്റേ കാർ 71 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അങ്കിൾ പറഞ്ഞ പോലെ ഫാദർ പിന്നെ ഖത്തറി പാർട്ട്ണർ, ഇവർ രണ്ടുപേരും മാനേജിങ് പാർട്ട്നേഴ്സ്. അതെ, ഇത് ലൈക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് അന്ന് ഈ ലീസിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ വളരെ കുറവായിരുന്നു. അതായത് ലീസിങ്, ടൂറിസം. അപ്പം അന്നേരം അങ്ങനെ ഒരു സ്റ്റേജിൽ എങ്ങനെയായിരിക്കും ഇവരൊരു ലൈക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് എടുക്കാനായിട്ടുള്ള? അല്ല, ഒന്നെന്ന് വെച്ചാൽ ഇവർക്ക് എൻക്വയറീസ് ഇവർ ചെയ്തു തുടങ്ങിയപ്പോൾ എൻക്വയറീസ് വരുന്നത് കൂടി തുടങ്ങി. അപ്പോൾ പിന്നെ ഇവർ അതിൽ സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ കാരണം ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഇവർ ഡേ ജോബും ബിസിനസ്സും ഷഫിൾ ചെയ്തിട്ട് ചെയ്യാൻ നോക്കി. പിന്നെ ഇത് പ്രോമിനൻസ് കൂടിയപ്പോഴാണ് ഒന്ന് ഇപ്പോൾ ഈ അന്ന് ഓയിൽ ഖത്തറിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ 50s 50s കണ്ടെത്തിയിട്ട് പിന്നെ ആ ഒരു ദുഃഖാനിലെ പിന്നെ ഓയിൽ ഫീൽഡ് സ്റ്റാർട്ടാവലും അങ്ങനത്തെ ഉള്ള കോൺട്രാക്ടേഴ്സ് വരലും പിന്നെ അപ്പോൾ അങ്ങനെ ഒരു ഖത്തർ പിക്കപ്പായി വരുന്ന കാലമാണ് ഒരു ലേറ്റ് 60s ഏർലി 70s അങ്ങനെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്. കാരണം വെച്ചാൽ ഇവരൊക്കെ വരുന്ന കാലത്ത് ആകെ 10-30,000 ആൾക്കാരുണ്ടല്ലോ ഖത്തറിൽ. അതിനകത്ത് ഭൂരിപക്ഷം അതായത് ഇന്ത്യൻസ് ഒക്കെ എക്സ്പാട്രിയറ്റ്സ് വളരെ കുറവാണ്. പിന്നെ ഒബിയസ്ലി 60s 65 61 അങ്കിളും ഫാദർ വരുമ്പോൾ ഒക്കെ ഷിപ്പ് വഴിയൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ ഇത് ഈ ഓയിൽ ബൂം വന്നതിന് ശേഷമാണ് ഇവിടെ കുറച്ചൊരു എക്കോണമിക് ബൂം വന്നു തുടങ്ങിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഇവർ ഒരു 7-8 കൊല്ലം വരെ ഇവർ മോണോപ്പൊളി ആയിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല മാർക്കറ്റിൽ.
അപ്പോൾ മെയിനായിട്ടുള്ള ഒരു ഇവരെ അൽമുക്ത തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ 78-79 സെക്കൻഡ് വണ്ടിക്കാർ വന്നത്. ഇതിൽ എങ്ങനെയായിരുന്നു ലൈക്ക് അന്നത്തെ സാഹചര്യങ്ങളെ പറ്റി, ബിസിനസ് തുടങ്ങുക, ലൈക്ക് ഇപ്പോഴാണെങ്കിലും എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം നമുക്ക് വാസ്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയും കുറേയേറെ പ്രൊസീജിയറുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഈ പ്രൊസീജിയർ? ലൈക്ക് തുടങ്ങാൻ ഭയങ്കരമായിട്ട് വെൽക്കമിങ് ആയിരുന്നോ? സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ? അതിനെ പറ്റി എന്തെങ്കിലും ഷെയർ? ഏകദേശം നിങ്ങളിപ്പോൾ ഒരു ഏർലി ഇയേഴ്സ് എല്ലാ ബിസിനസ്സുകാരും ഇപ്പം 80s 70s ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സുകാരൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അന്ന് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായിരുന്നു, കോമ്പറ്റീഷൻ കുറവായിരുന്നു. അന്ന് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റുള്ളവർ വളരെ കുറവായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈവൻ ഇപ്പോൾ സാധാരണ ഇപ്പോൾ എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇപ്പോൾ വൈഡ് സ്പ്രെഡ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ബ്ലഡിലുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇ-കോമേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് പോയിട്ട് ഷെയർസ് പോയി ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുത്ത് ചെയ്യാൻ എല്ലാവരും താല്പര്യം. പണ്ടൊക്കെ എല്ലാവരും ജോലി അങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ അന്ന് റിസ്ക് എടുത്തിട്ട് ബിസിനസ്സിൽ ഇറങ്ങുന്നവരെ തന്നെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇറങ്ങിയവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത്യാവശ്യം കാരണം മാർക്കറ്റ് അൺടാപ്ഡ് ആയിരുന്നു 70s 80s അപ്പോൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ലീഗൽ ഹേർഡിൽസോ അല്ലെങ്കിൽ ഒന്നും അപ്പോൾ വളരെ ചുരുക്കമല്ല. ഒബ്വിയസ്ലി ബിക്കോസ് കൺട്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ പ്രോസസ് സിസ്റ്റംസ് ഒക്കെ സെറ്റായി വരുന്ന സമയത്ത് അങ്ങനെ ലീഗൽ ഹേർഡിൽസ് ഒന്നും ഇല്ല. ഇപ്പോഴാണ് എല്ലാവർക്കും ഇപ്പോൾ ഈവൻ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ബിസിനസ്സിൽ ഇപ്പോൾ വന്നിട്ട് 14 കൊല്ലമായി. ഇപ്പോൾ നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയി വന്നിട്ട് ഇപ്പോൾ എല്ലാത്തിനും പെർമിഷൻസും കാര്യങ്ങളും ഒക്കെ വേണം. ഇവൻ നമ്മളിപ്പോൾ ഒരു ചെറുതായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻ ഓഫീസിൽ ഒരു ഫംഗ്ഷൻ നടത്തുന്ന അബൌ സർട്ടൻ എമൗണ്ട് ഓഫ് പീപ്പിൾ ലൈസൻസ് എടുക്കണം ലീഗലി പറയാൻ പോവുകയാണെങ്കിൽ. അപ്പം അന്നൊക്കെ വളരെ ഫ്രീ ആയിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം ലീഗൽ ഹേർഡിൽസ് ഒന്നും ഐ ഹാവ് നോട്ട് കം അക്രോസ് ദം. അങ്ങനത്തെ മെൻഷനൊന്നും ഇല്ല. ഒരു കാരണം അന്ന് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ അൽമുക്ത തന്നെ ഡീൽ ചെയ്തിരുന്നത്. ഇപ്പോൾ ക്യാപ്കോയാലും QGP ആണ്, QGPC ആണ്, 15 QGPC അങ്ങനത്തെ കമ്പനികളൊക്കെ ഗവൺമെൻറ് കോൺട്രാക്ട്സ് ബസ്സസ് കൊടുക്കുന്നതിനും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ ആവശ്യമില്ല. ബിക്കോസ് ചെറിയ കമ്മ്യൂണിറ്റി ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി ഈസി ആക്സസ് ആയിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, ബിസിനസ് സ്ട്രഗിൾസ് ഇല്ലാന്നല്ല. കുറേ കഷ്ടപ്പെട്ട് തന്നെയാണ് കമ്പനി ബിൽഡ് ചെയ്തത് ഫൗണ്ടേഴ്സ്. പക്ഷെ അതേ സമയത്ത് ഈ സ്ട്രഗിൾസ് ഉള്ളത് ഈ ഭാഗത്തുനിന്നല്ല, ഗവൺമെൻറ് ലീഗൽ ഹേർഡിൽസ് ഭാഗത്തുനിന്നല്ല. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു എൻ്റർപ്രണർഷിപ്പ് സപ്പോർട്ടിങ് എൻവയൺമെൻ്റ് ആയിരുന്നു ലൈക്ക് എന്നുള്ളതായിരുന്നു. കാരണം ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഈസിനെസ്സിനെ ഒക്കെ ആണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും തിങ്സ് അതൊന്നും ഞാൻ ഒരു ഫൗണ്ടറും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ ബിസിനസ് ഓബ്വിയസ്ലി ബിസിനസ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണല്ലോ GCC ഇത്രയും എസ്പെഷ്യലി മലയാളികൾ വന്നിട്ട് ഇവിടെ എത്രയും പേര് വന്നിട്ട് അവരെ ബേസ് ആക്കാൻ കാരണമാകുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ആ ഒരു ബിസിനസ് ഫ്രണ്ട്ലിനെസ് പണ്ടേ ഉണ്ട്. ഇന്നും ബിസിനസ് ഫ്രണ്ട്ലിയാണ്, അന്നും ബിസിനസ് ഫ്രണ്ട്ലി തന്നെയായിരുന്നു. അത് ഓൾവേസ് ഒരു GCC കൾച്ചറിൽ ഉണ്ട്, കുറച്ച് വെൽക്കമിങ് ആണ് അത് എക്സ്പാട്രീസ്. ഈ 71 നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈക്ക് റെൻ്റേക്കാർ ആയിട്ട് തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ഒരു ടേണിംഗ് പോയിന്റ് വരും? 71 തൊട്ടിട്ട് ഒരു 79 78 വരെ ഒരു മോണോപ്പൊളി ആയിരുന്നു അൽമുക്തക്ക് ഉണ്ടായിരുന്നത്. പിന്നെ 79 ശേഷമാണ് പിന്നെ കുറച്ച് കമ്പനികൾ വന്നു തുടങ്ങിയത്. പിന്നെ അന്നത്തെ ഒരു ബിസിനസ് ഗ്രോത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് റിയൽ എസ്റ്റേറ്റ് ഡിവിഷനും ഗാരാജ് ഡിവിഷനും പിന്നെ അന്ന് നമുക്ക് ട്രേഡിംഗ് ഡിവിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ FMCG ട്രേഡിംഗ് എല്ലാം അന്ന് ചെയ്തിരുന്നത്. പിന്നെ ടെക്സ്റ്റൈൽസ് ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇലക്ട്രോണിക്സ് ബിസിനസ്സിലോട്ട് അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആക്ച്വലി ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് മേഖലയിൽ നമ്മൾ we have tried to establish this thing.
ഒബ്വിയസ്ലി ചിലതൊന്നും വർക്കൗട്ട് ആയില്ല, അപ്പോൾ അത് വൈൻഡ് അപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോഴും നമ്മളിപ്പം റിയൽ എസ്റ്റേറ്റ്, റെൻറ്റ് കാർ, ഗാരേജ്, പിന്നെ സർവീസ് സെൻറ്റർ, പിന്നെ ചെറിയൊരു മെയിൻ്റനൻസ് ഡിവിഷനും നമ്മളിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്കൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. അത് എനിക്കൊണ്ട് ടേണിംഗ് പോയിന്റ് വാസ് ദ ഡിസിഷൻ ടു സ്റ്റാർട്ട് ദ ബിസിനസ്. ആ ഒരു 1971 ആ ഒരു ഖത്തറിലെ ഫസ്റ്റ് റെൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ തന്നെ ടേണിംഗ് പോയിന്റ്. പിന്നെ അവിടെ നിന്ന് ഒരു ഗ്രാജുവലായിട്ട് വരുന്നൊരു ഗ്രോത്തും കാര്യങ്ങളും, പിന്നെ ഒരു ഖത്തറിലെ ആകെയുള്ള റെൻ്റ് എന്നുള്ള ഒരു ആ ഒരു ആ സമയത്ത് അൽമുഫ്ത മാത്രം ഉള്ളായിരുന്നു. അതെ, 970 ആണല്ലോ, ഏകദേശം 8 years മാത്രം ഉണ്ടായിരുന്നല്ലോ. അത് കാരണം ഇപ്പോൾ ഒരു 70s മൊത്തം ഒരു ഡോമിനേറ്റ് ചെയ്തിട്ട് മോണോപ്പൊളി പോലെ തന്നെയായിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി ഒരുപാട് പേർക്കുള്ള മാർക്കറ്റ് വരുന്നില്ല, ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. മേ ബി ദാറ്റ്സ് വൈ ഒരുപാട് പേര് ആ സെഗ്മെന്റിൽ ഇറങ്ങാണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷേ അൽമുഫ്ത തന്നെയാണ് അന്ന് ഇപ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് മുന്നോട്ട് നിന്നത്. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അന്നുള്ള എന്ത് ടൈപ്പ് കാർസ് ആയിരുന്നു ലൈക്ക് ഈ റെന്റൽ ലീസിന്? അന്ന് എൻ്റെ ഞാൻ മനസ്സിലാക്കിയ കാർസ് സ്റ്റാർട്ട് ചെയ്തത് കൂടുതൽ ഈ അമേരിക്കൻ കാർസ് സ്റ്റാർട്ട് ചെയ്തത്. ജാപ്പനീസ് കാർസൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് തുടങ്ങിയത് 80s ആയിരുന്നത്. പിന്നെ ബസ്സസ് എല്ലാം ചെയ്തിരുന്നു, പക്ഷേ ഏത് ബ്രാൻഡ് ബസ്സസ് എന്നാണ് എനിക്ക് അറിയില്ല, അത് ഞാൻ ചോദിച്ചിട്ടുമില്ല. ഗുഡ് ക്വസ്റ്റ്യൻ, ബട്ട് ഐ പ്രോബ്ലി ആസ്ക് ആൻഡ് ഫീഡ്ബാക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് ഇരിക്കുമ്പോൾ എന്നാണെങ്കിൽ കണ്ടെടുക്കാം. ലൈക്ക് അടുത്ത എന്താണ് നിങ്ങൾക്കൊരു ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺസ് ഉണ്ടോ ലൈക്ക് നമുക്ക് ഡിഫറെൻ്റ്ലി പറയാൻ, ലൈക്ക് വി ഹാഡ് അച്ചീവ്ഡ് this was one of the biggest milestone, maybe like on diversification or ഇല്ല, മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനി 55 years ആയിരുന്നു. 55 years ഖത്തർ മാർക്കറ്റിൽ we've been a prominent player, and we've remained relevant across maybe now 2 generation or 3rd generation was coming in the same industry. So that is because of നമ്മളൊരു ചില USP കാരണമാണ്. സോ നമ്മളൊരു കമ്പനി കൾച്ചറിൻ്റെ ഭാഗമായിട്ട് how much we focus on customer service, how much we focus on ensuring that what we provide is aligned to the customer needs. If customers' pain points മനസ്സിലാക്കിയിട്ടുള്ള agreements, contracts, flexible ആയിട്ടുള്ള terms offer ചെയ്യുക. So നമ്മുടെ customer retention rate is quite high because of these reasons. So we multiple എന്താ പറയുക milestones in terms of like probably ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യലോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കിട്ടിയതോ അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബേസ് ഇനീഷ്യലി തന്നെ സെറ്റായി സ്ട്രോങ് ആയിട്ട് വെച്ച കാരണമാണ് ഒരു 55 years ആയിട്ടും അൽമുഫ്ത is still one of the leading, if not the leading car rental company in Qatar. അപ്പോൾ അത് ഒരു സ്റ്റാർട്ടിങ് തൊട്ടിട്ടുള്ള ഒരു കമ്പനിയുടെ കൾച്ചർ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കമ്പനിയുടെ ഹൗ customers should be dealt with, whatever service we should be providing, whatever company we should be portrayed as, അതെല്ലാം കമ്പനി സെറ്റ് ചെയ്തിട്ട് നീങ്ങിയായിരുന്നാണ് we have been able to more than 55 years now we've been able to stay relevant in the market. അതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ലൈക്ക് ഹൗ ലൈക്ക് when did you like how was your early days, like when did you join the group, where did you study, like how was? ഞാൻ പഠിച്ചത് ഖത്തറിൽ തന്നെയാണ്. പിന്നെ 12th കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യാൻ UK പോയി. UK ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പിന്നെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കമ്പനിയിൽ ഓഡിറ്റ് അസോസിയേറ്റ് ജോയിൻ ചെയ്ത് അവിടെ ഞാൻ അവരുടെ അടിയിൽ തന്നെ അവരെ സ്കോളർഷിപ്പിൽ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് വേണ്ടി ട്രെയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷകളെല്ലാം പാസ്സായി ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ക്വാളിഫൈ ചെയ്തതിന് ശേഷം 2009 I decided to come back. I could have stayed longer. I could have stayed and taken a British passport, PR, everything. But എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഫീൽഡിൽ. അപ്പോൾ ഞാനത് വിട്ടു. 2009 ഇവിടെ വന്നു ഫാദറിൻ്റെ കൂടെ
ഫാദർ പയ്യതവേ മരണപ്പെട്ടു. ഫാദർ പാസ്റ്റ് അവേ 2017. സോ ഫാദറിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പിന്നെ ബിസിനസ്സിലോട്ട് അപ്പോൾ ഓൾറെഡി എൻ്റെ കസിനോട് ബിസിനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ അങ്കിൾ ഉണ്ടെന്ന്. അങ്കിളിൻ്റെ മകൻ സിയാദ് വാസ് ഓൾറെഡി ഹി ഹാഡ് ഓൾറെഡി ജോയിൻ ദ ബിസിനസ് ഇൻ 1998. അപ്പോൾ ഹി വാസ് ഓൾസോ ദേ. സോ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ കാര്യങ്ങളെല്ലാം അങ്കിളും ഫാദറും കാര്യങ്ങളും മുന്നോട്ട് നീങ്ങി ഹൗ ദേ മാനേജ് ഫോർ ദ ലാസ്റ്റ് പറയാം ആ ഒരു സമയം വരെ ചെയ്ത പോലെ തന്നെ നമ്മളും അതിനെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ ട്രെയിൻ ചെയ്തവരടിയിൽ കാര്യങ്ങളിലൊക്കെ ഓരോരോ ഏരിയാസിലും. പിന്നെ ഈവൻ റിലേഷൻഷിപ്പ് വിത്ത് അവർ ചെയർമാൻ ഹിസ് കിഡ്സ് ആ ലെവലിലൊക്കെ ഒരു കണ്ടിന്യൂറ്റി, ഒരു ബിസിനസ് കണ്ടിന്യൂറ്റി വേണമല്ലോ. അപ്പം ആ ലെവലിൽ നമ്മൾ ട്രെയിൻ ചെയ്തു. ദെൻ സ്ലോലി ദേ സ്റ്റാർട്ട്. ഇപ്പോൾ ഫാദർ ഒബ്വിയസ്ലി he's no longer there, but my uncle is very much active, but obviously he spends more time in other activities, in philanthropic activities, and he has some interest back home in India, so he spends more time over there. So ഇവിടുത്തെ കാര്യങ്ങളും ഞാൻ എൻ്റെ കസിനെ നോക്കുന്നത് വീട്ടിൽ. അതേപോലെ തന്നെ ചെയർമാൻ്റെ മകന് മക്കളുണ്ട്, ഇബ്രാഹിം മുഫ്ത, ഹലിം മുഫ്ത. അവർ ആണ് ഇപ്പോൾ കൂടുതൽ എല്ലാ ഡിവിഷൻസും നോക്കുന്നത്. ഇപ്പോൾ നമ്മളും ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ആണ് ഇപ്പോൾ ഇതാക്കുന്നത്. ഇപ്പോൾ തേർഡ് ജനറേഷൻ ഇപ്പോൾ ഞങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിനി നമ്മൾ പുതിയ മാർക്കറ്റ്സ് ഇതുപോലെ നമ്മൾ ഓൾറെഡി ബഹ്റൈനിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു 10 കൊല്ലം മുന്നേ. വേറെ മാർക്കറ്റ്സ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് എന്താ പറയുക, അടുത്ത ജനറേഷൻ ട്രെയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്ത മാർക്കറ്റിലോട്ട് വിടാൻ വെച്ചിട്ട്. കാരണം ബിസിനസ്സിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ റെൻ്റെക്കാർ ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൺ ചെയ്ത് നടത്തുകയാണെങ്കിൽ it has to be മറ്റുള്ള ബിസിനസ് പോലെ you cannot just simply start. It has to be very steadily stable. ആ മാനറിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ബിസിനസ്സിൻ്റെ ഇതൊരു ക്യാഷ് ഫ്ലോ ബിസിനസ്സാണ്. ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ബിസിനസ്സാണ് അത്. കാരണം വെച്ചാൽ മിക്ക റെൻ്റെക്കാരും ഓബ്വിയസ്ലി ഒരു ലെവൽ വരെ സ്വന്തം ക്യാപിറ്റൽ വെച്ചിട്ട് കളിക്കുമല്ലോ. ഒക്കെ ബാങ്ക് ക്യാപിറ്റലായിരിക്കും. അപ്പോൾ ബാങ്ക് ക്യാപിറ്റലൊക്കെ ആകുമ്പോൾ ഒബ്വിയസ്ലി ഫൈനാൻസ് വരും. ഫൈനാൻസ് ആകുമ്പോൾ വി ഹാവ് ടു എൻഷുർ ദാറ്റ് റീപേയ്മെൻറ്റ്സ് എവറിത്തിങ് ഗോസ് ഓൺ ടൈം ആൻഡ് എവറിത്തിങ്. സോ അങ്ങനത്തെ ഒരു ഇതാകുമ്പോൾ ഒബ്വിയസ്ലി എനി മാർക്കറ്റ് യു നീഡ് ടു ബാങ്ക്സ് നീഡ് ടു ബി സപ്പോർട്ടീവ് ഫോർ യു. ഖത്തറിൽ ഒബ്വിയസ്ലി വെൻ വി ആർ ഹിയർ ഫോർ 55 years ബാങ്ക്സ് ആർ സപ്പോർട്ടീവ് ഫോർ us. ഇപ്പോൾ പുതിയ മാർക്കറ്റിൽ പോകുമ്പോൾ പെട്ടെന്ന് അൺലെസ് വി ടൈ അപ്പ് വിത്ത് എ ബിഗ് ഗ്രൂപ്പ് ഔട്ട്സൈഡ്, then we can probably start this thing. പക്ഷേ നമ്മൾ ബഹ്റൈൻ സ്റ്റാർട്ടിങ് കാരണം വെച്ചാൽ വി തോട്ട് ബഹ്റൈൻ ഇൻ ഖത്തർ വിൽ ഗെറ്റ് കണക്റ്റഡ് വിത്ത് എ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്. അത് 2010-11 അവർ വന്ന് ലോഞ്ച് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇപ്പോൾ ഒരു കൊല്ലത്തിൽ എത്തും. അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് മൂവ് അഡ്വാൻറ്റേജ് എടുക്കാമെന്ന് വെച്ചിട്ട് ബഹ്റൈൻ തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം അറബ് സ്പ്രിങ്ങും ബ്ലോക്കേഡും പിന്നെ കോവിഡും പിന്നെ ഇപ്പോൾ ഇറാൻ US വാർ പിന്നെ ഇങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ ലൈക്ക് സെക്കൻഡ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് ആയിട്ട് ലൈക്ക് ഹൗ ഡു യു തിങ്ക് ലൈക്ക് ഡു യു ഹാവ് എനി സ്ട്രഗിൾസ് ലൈക്ക് യൂഷ്വലി യു മേ ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രഗിൾസ്, സോ ക്യാൻ യു ഷെയർ സം തിങ്സ്? For me, I think initially startup struggle is a big thing. I've obviously established ചെയ്യാന്ന് വെച്ചാലും ഇപ്പം founders what have they done is like tremendous struggles they have gone through. As നമ്മളത് we have very much like എന്താ പറയുക privileged to have things, ഒരു സിസ്റ്റം, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിം, ഒരു ഗുഡ് വിൽ, അതിലോട്ട് നമുക്ക് we are able to come in. So we have many things for us is sorted in that way. Now what, as I said, is what we are trying to do and what we have been focusing on is to be relevant with time. ഇപ്പോൾ കാലം മാറുന്നതനുസരിച്ച് പല മാറ്റങ്ങളും റെൻ്റെക്കാർ ഫീൽഡിലും വരുന്നുണ്ട്. പ്രൊഡക്ട്സ് ആയാലും സർവീസസ് ആയാലും സിസ്റ്റംസ് ആയാലും ERP ലെവലിലായാലും പിന്നെ മാർക്കറ്റിംഗ് ലെവലിലായാലും കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ വാട്ട് വി ഹാവ് ടു എൻഷുർ ഇസ് company is still on the forefront. Company is brand is well protected. So many things what we have to do is I wouldn't, it is
different kind of struggle. It's a struggle. It's probably because right now the competition is very intense. ഇപ്പം ലാസ്റ്റ് ഒരു 15-20 years സിൻസ് ഏഷ്യൻ കപ്പ് എടുത്ത് ഖത്തർ തോന്നുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് റെൻ്റൊക്കെ കമ്പനീസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. എനിക്ക് തോന്നുന്നു ട്രേഡ് രജിസ്ട്രി ആസ് പെർ ട്രേഡ് രജിസ്ട്രി മേ ബി 600 കമ്പനീസ് അതെ റെൻ്റക്കാർ ആക്ടിവിറ്റിയുള്ള കമ്പനീസ്. അപ്പോൾ 600 റെൻ്റക്കാർ കമ്പനീസിൻ്റെ ഇടയിൽ റെലവൻ്റായി നിൽക്കുക, അവർ കോമ്പീറ്റ് ചെയ്യുക, കസ്റ്റമേഴ്സ് റീറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു ബിക്കോസ് വാട്ട് എവർ തിങ്സ് വി നീഡ് ടു ഡു ടുവേർഡ്സ് ദാറ്റ്. So that becomes part of our struggle, or you can say, but it's not a struggle, it's any businessman what they have to do. But our main our focus is to ensure that what has been built is preserved and organically grown. Okay, we've been looking at organic growth. നമ്മളൊരു ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ഭയങ്കരമായിട്ട് 10 ഔട്ട്ലെറ്റ് ഇടുക ആ രീതിയിൽ, ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് ബിസിനസ് ആസ് വെൽ. ഞങ്ങളുടെ ബിസിനസ് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ബിസിനസ്സാണ് മെയിനായിട്ട്, B2B ആണ്. നമ്മൾ 90% ഡീൽ ചെയ്യുന്നത് കമ്പനീസായിട്ടാണ്, കോർപ്പറേറ്റ്സ് ആയിട്ടാണ്. അവരെ ലോങ് ടേം റിക്വയർമെൻറ്റ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്പനി ഖത്തറിലോട്ട് വരുമ്പോൾ they must have heard about Avis, Hertz, Swifty, Europcar, Budget. Okay, these are known names for them from their country. അവരോട് വന്നിട്ട് ഇപ്പോൾ ലോക്കൽ പ്ലെയറിനെ ഒരു ട്രസ്റ്റ് ചെയ്യണം അവർക്ക്. they have to give us business എന്ന് വെച്ചാൽ that itself we have to show technically we are capable, and obviously our sales and marketing also have to be that focused and strong. So that and all becomes part of our strategy, as well as I wouldn't say struggle, but as part of strategy and as part of our focus areas. Okay. Like next thing which I need to ask you, like so once you are into the, like I think like your previous first father and uncle has built something foundation, then you joined, then you started building. So can you tell me some of the newest implementations which you have done? I think like now maybe on the service part, or like a new firm, any associated events. നമ്മളിപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ കാർ റെൻ്റലിൽ വണ്ടി വാങ്ങിച്ചിട്ട് ഒരു വണ്ടി ഷോറൂമിൽ പോയി വാങ്ങിക്കാൻ എളുപ്പമാണ്. ഓക്കെ, പൈസ കൊടുത്ത് വാങ്ങിക്കുക, പക്ഷേ വണ്ടി ഫസ്റ്റ് എഗ്രിമെൻറ്റ് ചെയ്യുന്ന എളുപ്പമാണ്. വണ്ടി ജസ്റ്റ് കമ്പനിക്ക് പുതിയ വണ്ടി ഒരു ആൾക്ക് കൊടുക്കാൻ എളുപ്പമാണ്. The entire area where someone gauges your quality is from then onwards. How good is your customer service? How promptly you deliver, for example, ഒരു ഇഷ്യൂ വരുമ്പോൾ how promptly deliver replacement vehicles, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ how promptly you ensure that issue is sorted at the earliest. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡ് ലെവലിൽ we ensure that നമ്മളൊരു ബർക്കത്തുൽ അവാമിറിൽ നമ്മൾ പുതിയ ഒരു ഗ്യാരേജ് ഫെസിലിറ്റി, ഫുൾ ഫ്ലെഡ്ജ് ഗ്യാരേജ് ഫെസിലിറ്റി, അതിനകത്ത് ഡെൻറ്റിങ്, പെയിൻറ്റിങ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ടയേഴ്സ്, ലേത്ത്, എല്ലാതും നമ്മളൊരു വണ്ടിക്ക് വേണ്ട എല്ലാതും അതിനകത്ത് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് ഒരേ സമയത്ത് 40 വണ്ടികൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സർവീസ് സെൻറ്റർ ഗ്യാരേജ് നമ്മൾ 2020 നമ്മൾ ഓപ്പൺ ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കുറേ വണ്ടികൾ ഒബ്വിയസ്ലി പെട്ടെന്നുള്ള ക്വിക്ക് സർവീസ്, അതിന് വേണ്ടി നമ്മൾ ഗ്യാരേജ് വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു ക്വിക്ക് സർവീസ് സെൻറ്റർ തുമാമയിൽ 2 കൊല്ലം മുന്നേ ഓപ്പൺ ചെയ്തു. അതുപോലെ നമ്മൾ കസ്റ്റമേഴ്സിന് ഇങ്ങോട്ട് വന്നിട്ട് അവരെ വീട്ടിലോട്ട് വന്നിട്ട് അല്ലെങ്കിൽ അവരെ ഓഫീസിലോട്ട് പോയിട്ട് ക്വിക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മൊബൈൽ സർവീസ്, ഇത് ഇങ്ങനത്തെ ഓയിൽ ചേഞ്ച് ഒക്കെ. അപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നത്, അപ്പോൾ ഹൗ ടു മേക്ക് കസ്റ്റമേഴ്സ് ലൈഫ് ഈസി, ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ എടുത്തിട്ട് വാട്ട് ഓൾ വി ക്യാൻ ഡു, ആ ലെവലിൽ നമ്മൾ പ്രോസസ് ചേഞ്ചസ് കൊണ്ടുവരും. ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു പുതിയ ERP സിസ്റ്റം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇംപ്ലിമെൻറ്റ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനകത്ത് ഫുൾ പേപ്പർലെസ്, ഇപ്പോൾ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കുക. ഇപ്പോൾ എഗ്രിമെൻറ്റ് ചെയ്താൽ you sign on a tab, you get it on your phone, you get it on your email, so you don't have to no papers. ആ ലെവൽ അപ്പം ആ ഒരു
development software ആ സൈഡിലും we use, go towards something which is very modern. അപ്പോൾ അതും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതൊരു മൊബൈൽ ആപ്പ് പോലെ വെബ് എൻറ്റിറ്റി ആയിരിക്കും, അതായത് ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ചൂസ് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന. Eventually, at a corporate level, they can see what all vehicles they're having. They can view the invoices. They can, They may have a login. They can request for a service or certain things. Right now, it is kind of B2B level. ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ കമ്പനീസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറേ പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്. ഒരു വണ്ടി കൊടുക്കുമ്പോൾ എഗ്രിമെൻ്റ് ഉണ്ട്, അത് പിന്നെ ഡ്രൈവേഴ്സ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ലൈസൻസ് ആയാലും ID കാർഡ് ആയാലും ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് കാർഡ്, അങ്ങനത്തെ കുറേ ഡോക്യുമെൻറ്റ്സ് വി ഹാവ് ടു ടേക്ക് കോപ്പീസ്. അപ്പോൾ അതെല്ലാതും ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്ത് വി അപ്ലോഡ് ടു സെർവേഴ്സ് ആൻഡ് ദെൻ കീപ് ഇറ്റ് ഇൻ ദ സിസ്റ്റം. സോ കസ്റ്റമർ തിരിച്ചു വരികയാണെങ്കിലും വി ക്യാൻ ഈസിലി റിക്കോൾ ദ ഡാറ്റ. സോ മേക്ക് എവറിത്തിങ് ഡിജിറ്റൽ. യു ഡോണ്ട് ഹാവ് ടു പേപ്പേഴ്സ് മിനിമൽ ആക്കുക. പേപ്പർ ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ളെങ്കിൽ മാത്രം പേപ്പർ ഉപയോഗിക്കുന്ന രീതിയിൽ പേപ്പർലെസ് ഒരു ഓഫീസാക്കി മാറ്റാനുള്ള ഒരു ഇതിലാണ് നമ്മൾ. പിന്നെ ഇപ്പം കസ്റ്റമർ സർവീസ് സൈഡിൽ തന്നെ നമ്മളിപ്പോൾ ബ്രാഞ്ചസ് വിച്ച് വി ചൂസ് ഓൾസോ, നമ്മളിപ്പോൾ അൽക്കോറിൽ ബ്രാഞ്ച് ഉണ്ട്, നമുക്ക് എയർപോർട്ടിൽ ബ്രാഞ്ച് ഉണ്ട്, നമുക്ക് പേളിൽ നമ്മൾ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അൽക്കോർ എന്ന് വെച്ചാൽ ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അൽഖറാൻ ഭാഗത്താണ്. അപ്പോൾ അവരെ നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരെ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് വെരി ബിസി ബ്രാഞ്ചാണത് അൽക്കോറിലുള്ളത്. പിന്നെ നമ്മൾ വെസ്റ്റ് ബേ, ലുസൈൽ, പേള്, ആ ഏരിയ B2C ലെവൽ ക്ലയൻസ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേളിൽ ഇപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല, 2 ആഴ്ച മുന്നേ നമ്മൾ ബ്രാഞ്ച് അവിടെ ഓപ്പൺ ചെയ്തു. 24/7 എയർപോർട്ട് ബ്രാഞ്ച് ഉണ്ട് നമുക്ക് അവിടെ. ടൂറിസ്റ്റ്, ട്രാവലേഴ്സ്, ഇവൻറ്റ്സ്, ആ ലെവലിലുള്ള ആൾക്കാർ നമ്മളവിടെ കേറ്റർ ചെയ്യുന്നുണ്ട്. Another thing, like when you look back, like any valuable lessons which father has given you regarding the business? ഒന്ന് ഫാദറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ one thing is that what it taught us is നേരത്തെ പറഞ്ഞ പോലെ ഈ treat people well. Okay, that is one thing which both the founders have taught. Like, അതായത് എംപ്ലോയീസ് ആയാലും കസ്റ്റമേഴ്സ് ആയാലും treat them with respect. Even നമ്മുടെ ഓഫീസ് ആയാലും ഇപ്പോൾ we have open door policy. ഇപ്പം മാനേജേഴ്സ് തൊട്ടിട്ട് ഇപ്പോൾ ഹെൽപ്പേഴ്സ്, ക്ലീനേഴ്സ് വരെ, if they have an issue, they are welcome to walk into our office, to discuss. They don't have necessarily, obviously HR and HR, they can go and speak, but we have that open door policy since then. നമ്മൾ അങ്ങനെ ഒരു കുറേ ഒരു സ്റ്റേറ്റസ് ബേസ്ഡ് ലെവലിലൊന്നും സെഗ്രിഗേറ്റ് ചെയ്തിട്ടൊന്നും കാര്യങ്ങൾ ഇവിടെ നിൽക്കാറില്ല. അപ്പോൾ ആ ഒരു എംപ്ലോയി ഫ്രണ്ട്ലി കാരണം ഈവൻ അവർ പീപ്പിൾ ഹു worked with us, നമ്മളെ ഗാരേജിലൊക്കെ ഇപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ജോയിൻ ചെയ്ത ആൾക്കാർ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1981 വർക്ക് ചെയ്യുന്നപ്പോൾ 81 ജോയിൻ ചെയ്ത ആൾക്കാർ മെക്കാനിക്ക് ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 40+ ആയിട്ടുള്ള ഇയേഴ്സ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ വൺ തിങ് ഇസ് ദാറ്റ് employees നമ്മൾ we take care of them. So that has been imbibed in us from the founders itself. In customers side also we do that, but we understand that to build a good company you need great employees. So that way that I think that has come from them. Okay. My next question was like, you manage so many people, like how do you manage people, how do you build them? That was my question. See, I don't think it's people management is very difficult in terms of as long as you're willing to you have an open mind and you're willing to listen to them and understand them, and obviously everything cannot be resolved. Maybe it will not advance the cause of the company, but then it's about showing empathy, and people of
course, എല്ലാ 100% of employees are expatriates. We don't have any. അപ്പോൾ എല്ലാവർക്കും expatriate ആയിട്ടുള്ള issues, and most of them are probably people who you know have left their family back home and come and working for us. So obviously ആ ഒരു ഇതാകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്യൂസ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. But it's about seeing how much what you can do from your side. ഇപ്പോൾ മോണിറ്ററി ആയാലൊക്കെ okay, it's easier to get done, okay, but if it's something else, it's just about probably having a chat, having a trying to talk to them and see how you can resolve it with your contacts or with your whatever. പക്ഷെ I think അതൊന്നും I don't think it's as long as you have a mindset, I don't think it's a challenge. Obviously right now things have become more. ഇപ്പോൾ ഖത്തറിൽ ഇപ്പോൾ 15 years back when I joined,